ഡോക്ടറെ, സാറിനെ രോഗികൾ കാണാൻ വരുമ്പോൾ അവരായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഇപ്പം സാറാണ് സാറിന്റെ കാര്യം കൂടുതലായിട്ട് പറയേണ്ടത് കേട്ടോ. സാറിന് കാര്യം മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ്. യഥാർത്ഥത്തിൽ ഇതിനോട് എനിക്ക് സ്നേഹം വരാൻ കാരണം എൻ്റെ വീട്ടിൻ്റെ സൈഡിലൊരു തെങ്ങുണ്ടായിരുന്നു. തേങ്ങ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ചിരട്ടയും വലുതായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്നതോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. ഈ ആക്ഷൻ ബ്ലേഡാണ്. ഇതാണ് എൻ്റെ മെയിൻ ആയുധം. സാൻഡ് പേപ്പറുണ്ട്, അത് വെച്ച് പിന്നെ പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്തിട്ട് പിന്നെ അതിന് അനുയോജ്യമായ രീതിയിൽ കട്ട് ചെയ്യും. ഇത് എനിക്ക് നിങ്ങൾ ഇന്ന് വരുമെന്ന് അറിവ് കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു പൂ നിങ്ങൾക്ക് സംഭാവന ചെയ്യാം, നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. ഇതാണ് എൻ്റെ ശില്പലോകം. ട്രിവാൻഡ്രം ആയുർവേദ മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൻ്റെ ഒരു പോർഷനിൽ ഇതുപോലെ രോഗം പകർത്തുന്ന ഒരു ചെള്ളിനെ പറ്റി പഠിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ആ ചെള്ളിന് ചിരട്ടയിൽ ഉണ്ടാക്കിയാൽ എന്ത് എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അതാണ് ഇത് എൻ്റെ ഈ ശില്പനിർമ്മാണത്തിൻ്റെ ആരംഭം. തേങ്ങ മുറിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു രൂപം. ഇതൊരു പക്ഷിയുടെ രൂപമാണ്. ഇത് വളരെ സിമ്പിളാണ്. ഇതൊരു വലിയ തേങ്ങ, മുഴുവൻ തേങ്ങ. അത് കഴിഞ്ഞിട്ട് വാലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങ. ഇതൊരു മുഴുവൻ തേങ്ങ. അതിൻ്റെ ഷേപ്പ് തന്നെ ഒരു പ്രത്യേക രീതിയായിരുന്നു. അപ്പോൾ എൻ്റെ ഐഡിയയിൽ ഞാനൊരു 2 കൊക്ക് വച്ചു. ഒരു പെൻഗുയിൻ്റെ ഒരു ഷേപ്പായി. മൃഗങ്ങളെ ഉണ്ടാക്കാനാണ് ഈ ചിരട്ട അനുയോജ്യം. അയ്യായിരത്തിൽ പരം ചിരട്ടകൾ കൊണ്ട് 1.5 വർഷം അധ്വാനിച്ചതിൻ്റെ ഫലമായി ഉണ്ടാക്കിയ അനന്തശയനം രൂപം. ഈ പെട്ടിയിൽ സാറേ കുറച്ച് പ്രമുഖരുണ്ട്, പിന്നെ കുറച്ച് സാറിന്റെ ഭാവനയുണ്ട്. ഇതെന്ത് സംഭവം? മാങ്ങ പഴത്തിൻ്റെ അണ്ടിയാണ്, മാങ്ങ അണ്ടിയാണ്. മാവിൻ്റെ ചുവട്ടിൽ അതിങ്ങനെ കിടന്നു. അപ്പം ഇങ്ങനെ കിടന്നപ്പോഴേ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴേ ഒരു മോഡിയിലെ ഹെയർ സ്റ്റൈൽ തോന്നി. പ്രധാനമന്ത്രിയാണ് കയ്യിലിരിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രി നടത്തിയ മത്സരത്തിൽ 2016 ഹാൻഡിക്രാഫ്റ്റ്സ് അവാർഡ് കിട്ടി. പിന്നെ 2021 എനിക്ക് കിട്ടി. കുട്ടിക്കാലത്ത് തോന്നിയ ഒരു ഇഷ്ടം, ഒരു കൗതുകം, അതിൻ്റെ കഥയാണ്. അത് എങ്ങനെ കലയായി വികസിച്ചു എന്നാണ് നിങ്ങൾ കണ്ടത്. പാഴ്വസ്തുക്കളിലും കലയുണ്ടെന്ന് തെളിയിക്കുകയാണ് ഒരാൾ. ഇപ്പം നമുക്ക് വേണ്ടി ഒരു പൂ ഇല്ലേ, മാതൃഭൂമിക്ക് നമുക്ക് വേണ്ടി ഒരു പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ പൂ സ്വീകരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ സ്നേഹപുഷ്പം കിട്ടിക്കഴിഞ്ഞു. ബിജു VS-നൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.